നീ പട്ടിയായിരിക്കോടാ അതേ കൂട്ട് അവൻ കൊരക്കത്തില്ലടാ. ഒരാഴ്ചയിലായിട്ട് കൊരക്കായിരുന്നെന്തിനാ നീ? ഒരാഴ്ചയിലായിട്ട് ഇങ്ങനെ ചിലക്കുന്നെന്തിനാ നീ? നമ്മളാണോ തുടച്ചത്? ഞാനാണോ തുടങ്ങി? ഇങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചല്ലേ? നീ കൊരക്കാതെ രാജു ഒരാവശ്യമില്ലാണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് തട്ടി. അപ്പൊ ഞാൻ തിരിച്ചടിച്ചപ്പം എന്തിനാ അടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒഴിവാക്ക്, ഇങ്ങോട്ടേക്ക് അടിച്ചോണ്ട് അടിച്ചതാണ്, ഒഴിവാക്ക് പറഞ്ഞു. പട്ടിയാരാ നമുക്കറിയാം. എനിക്ക് അറിയണ പയ്യന അതുകൊണ്ട് മൈക്ക് ഒന്നും ഇതാക്കി ലീവാക്കി വിട്ടേക്ക് നിന്നെ അറിഞ്ഞൂടല്ലോ നിന്നെ അറിഞ്ഞൂട ഞാൻ പറഞ്ഞു. അല്ല ഞാൻ മൈക്കിന്റെ അടുത്ത് അയച്ചു. ഞാൻ പറഞ്ഞു വിട് എനിക്ക് അറിയുന്ന എന്റെ വിട് അവനായിട്ട് എടുക്കല്ലേ പ്രശ്നമാക്കല്ലേ. ഞാൻ പറഞ്ഞു ഇവിടെ നീ മുതുക്ക് റിപ്പയർ നിക്കാതിരിക്ക. നീയൊക്കെ ഒന്ന് 5 ദിവസം കൂൾ ഡൗൺ ഉണ്ട്. നമുക്കും കിട്ടും ആർക്കും കിട്ടും എല്ലാവർക്കും കിട്ടും. ഞാൻ പറഞ്ഞിട്ടാണ് വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേ, ഏതോ ഒരു പെണ്ണെന്നും പറഞ്ഞു ഓർമ്മ വന്ന് എന്റെ ദേഹത്ത് കയറി. അത് ആരെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എക്സ് അടിച്ചിട്ട് ഇസഡ് അടിച്ചിട്ട് അത് പോണില്ല. ഇവന്മാരവിടെ നിക്കായിരുന്നു. ഇവന്മാരുടെ ദേഹത്ത് തൊട്ടി അപ്പഴേ തന്നെ ഞാൻ ഇവന്മാരടുത്ത് ബ്രോ സോറി എന്ന് പറഞ്ഞ് അവ അത് കഴിഞ്ഞിട്ട് ഈ തട്ടിയവൻ പോലും അല്ല കൂടെ ഉള്ളവൻ വന്ന് ഒറ്റയാടി. പിന്നെ എന്താ പറയട്ടെ അവിടെ അവന്മാരെ ഡയലോഗും കൂടെ കൊരക്കല്ല് നീ കൊരക്കാതെ മര്യാദക്ക് ഇല്ല നമ്മൾ പറയും. അപ്പൊ നീ സംസാരിച്ചു അതിന്റെ കാര്യത്തിൽ ചോദിച്ചു. അത് വിട്ടേക്ക് അറിയുന്ന ചെറുക്കന വേറെ എല്ലാ ബാക്കി നീ എന്താ വായം തുറന്ന് ഇവിടെ ഇരിക്കായിരുന്നു കേട്ടോണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല രാജുഭായി. റാംബോടാ അത് ഏതോ പെണ്ണ് ദേഹത്ത് ഇറങ്ങണ്ട. ആ പെണ്ണിനെ ഇറക്കി ഇവിടെ എക്സ് അടിക്കുന്ന വരെ പറ്റി ഇടിച്ചത്. അപ്പൊ മൈക്കിന്റെ കയ്യിൽ അത് മൈക്ക് അല്ല വേറെ ആര് വന്ന് അവനെന്തോ പറഞ്ഞ് അവനെ ഇതേപോലെ പറഞ്ഞോണ്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ മറ്റേ തോളത്തിരിക്കുന്ന ആളിനെ കളയാൻ നോക്കിയത്. അങ്ങനെ എത്ര ഇതാക്കല്ലേ. ഇതാ ഫുള്ള് കേവി ആയിരുന്നു ഇവിടെ. മൈക്കിന്റെ അടുത്ത് പറഞ്ഞു മൈക്ക് മാത്രമല്ല ഇതാക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും കുണച്ചത് റാംബോ. അത് മറ്റേ ഇത് പുറത്തുള്ള ആളിനെ കളയാൻ നോക്കിയതാ. മനസ്സിലായില്ലേ? സോറി പറഞ്ഞിട്ട് പിന്നെ ആരും ഒന്ന് കൊണച്ച അവന്റെ അടുത്തൊന്നും അങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നുണ്ട്. സംസാരിക്കാവോ? മൈക്കിന്റെ അടുത്ത് പറഞ്ഞെന്നാ പറഞ്ഞു. മൈക്കിന്റെ അടുത്ത് സോറി പറഞ്ഞെന്നാ പറഞ്ഞു. അവനോട് പറഞ്ഞില്ലല്ലോ, സോറി പറഞ്ഞിട്ടില്ലല്ലോ. മൈക്ക് എവിടെ? മലപ്പുറം താഴെ ഇറങ്ങിയടാ. പൃഥ്വിയോടെ പൃഥ്വി മൈക്കിനെ വിളിക്കാൻ മൈക്കിനെ വിളിക്കാൻ. ഞാൻ ഇവിടെ ഉണ്ടെന്ന്. നേരെ താഴെ ഇറങ്ങി ഓടി വന്നിട്ട് തട്ടിയപ്പോ തിരിച്ചു പോയി. ഞാൻ തട്ടിയപ്പാടിനെ അവൻ മറ്റേ ബ്രോ അറിയാണ്ട് ഇടിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തോ പറഞ്ഞു. അപ്പൊ ഇവ സോറി പറയുന്നത് ഞാൻ കേട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഞാനും അങ്ങോട്ടേക്ക് ഇടിച്ചാണ് ആ ഒരു രീതിയിൽ പോവാന്ന് പറഞ്ഞു. അങ്ങനെ കൊണയത് അപ്പുറത്ത് ഇപ്പുറത്ത്.
ഇവിടെ ഉണ്ടോ? ഞാൻ കൊറേ പ്രാവശ്യം ഒഴിവാക്കാൻ പറഞ്ഞു അവന് ദേഹത്താരെ കയറിയിരുന്ന ആളെ മാറ്റാൻ നോക്കിയത് അങ്ങനെ ഇടിച്ചത്. ഇല്ല രാജു, ഞാൻ കൊറേ പ്രാവശ്യം ഒഴിവാക്കാൻ പറഞ്ഞു, കൊറേ പ്രാവശ്യം ലീവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നിന്റെ സൗണ്ട് എന്നിട്ടും വന്ന് ഇരുന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ എനിക്ക് പൊട്ടിയത്. നീയും പറഞ്ഞു, അവനും പറഞ്ഞില്ലേ പൊട്ടിയോണ്ടാണ് നീ കൂടുതൽ. നീ എന്താ നമുക്ക് സംസാരിക്കാൻ പറ്റൂലേ? ഇവിടെ നമുക്ക് മിണ്ടാൻ പറ്റൂലേ? ഞാൻ വേറെ ആരോടും പറഞ്ഞില്ലല്ലോ. ഞാൻ പറയാമെന്ന കാര്യം കേൾക്കാതെ പിന്നെ മിണ്ടണ്ടെന്ന് പറയാം. പിന്നെ എന്ത് മിണ്ടണ്ട, നീ വായിലെന്തും കുത്തിക്കില്ല. വായില് നീ കുത്തിക്കയറ്റിക്കോ, ഞാൻ കുത്തിക്കയറ്റൂല എന്തായാലും. പിന്നെ മര്യാദക്ക് സംസാരിക്കുന്ന വായില് കുത്തിക്കയറ്റാന്ന് പറയുന്നത് എന്തിനാ കാര്യം? എന്താ ബ്രോ സൗണ്ട് ബ്രോ? ഞങ്ങൾക്ക് സൗണ്ട് പറയാൻ അറിയാൻ സൗണ്ട് ഞാൻ ഇവിടെ സംസാരിക്കല്ലേ റാംബോ? സംസാരിച്ച് തീർക്കല്ലേ റാംബോ? ഒന്ന് ഇതാക്ക് മതി. അത് ഇത് അവന്റെ ഭാഗത്ത് നിന്ന് തന്നെ അവന്റെ ഭാഗത്ത് ഇവന്റെ തന്നെ വന്ന ഇവൻ. പക്ഷെ ചെയ്യാൻ പറ്റിയത് വേറെ, അങ്ങനെ നടത്തി. അത് മൈക്ക് വിട്ടേക്കിടാ. അവൻ ഈ ഒരു കേസായിട്ട് ഇതായിട്ട് മുമ്പോട്ട് പോകണ്ട. എന്റെ പൊന്നെ റാംബോ പോയേ പറഞ്ഞ ഈ വള്ളി മുക്കിന്നൊന്ന് ഇറങ്ങി പോവോ എല്ലാണോ? നിങ്ങൾ ഈ ദൈവത്തെ ഓർത്ത് എത്ര വട്ടം ഞാൻ കോള് പറയണം? ഈ വള്ളി മുക്കിന്ന് ഇറങ്ങി പോയ എല്ലാരും. അല്ല, വള്ളിമുക്ക് എന്റെ ഗ്യാങ്ങിന്റെ പേരാ. ബാക്കുണ്ടാ ഗ്യാങ്ങില്? ഇവിടെ നിന്നാ വള്ളിയാ. ഉച്ചക്ക് വള്ളിമുക്കാണ് എടുത്തോണ്ട് പോയത്. എവിടെ രാജുഭായ്? ആ തീർച്ചയായും ഞാൻ ശേഖർ വിട്ടു. അവിടെ ഷമീനുണ്ട്. ചെറുതായിട്ട് റാമ്പ് പറഞ്ഞിട്ട് കേൾക്കാൻ തന്നെ 2 വിരട്ട് എടുത്ത് ഞാൻ ഇറക്കി പറഞ്ഞു വിട്ടു. ദേഷ്യപ്പെട്ട് പോയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. സംസാരം കൂടിയപ്പോ ഞാൻ പിന്നെ പറഞ്ഞു എന്ന് പറഞ്ഞ കുറച്ച് കൊടുത്തായിരുന്നു. പോയി പിന്നെ ഇവരുടെ ഹിറ്റ്മാന്റെ അടുത്ത് സംസാരിച്ചു. ഇവിടുത്തെ മൈക്കിരട്ടും പറഞ്ഞു കേസൊന്നും. റാമ്പ് എവിടെ പോയെന്ന് അറിഞ്ഞോ? ഹിറ്റ്മാൻ പോയി. ബാക്കി പൃഥ്വിനൊക്കെ ഉണ്ട്. അല്ല എന്താ സിറ്റുവേഷൻ അല്ല, ഇങ്ങോട്ടേക്ക് വെറുതെ വന്ന് ഇങ്ങനെ ഒച്ചപ്പാടാക്കിയതാ. സിറ്റുവേഷൻ നടക്കില്ലേ? നാണം ഉണ്ടോടാ? മക്കളെ ചെറിയൊരു സംസാരം. എല്ലാരും പോയാ? ഇല്ല, അവിടെ ഉണ്ട്. അതെ വന്നിട്ടുണ്ട്. അല്ല, അപ്പൊ ഇവന്മാര് എന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കണം, നമ്മളൊന്നും മിണ്ടാൻ പാടില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പൊ എന്ത് പറയാൻ, ഇവന്മാരുടെ ഇടയിൽ നമുക്ക് റോളൊന്നും ഇല്ലല്ലോ. അല്ല, പിന്നെ ഇത് എന്താ സംഭവം? എന്താ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അവൻ എന്റെ ബാക്കിൽ ഒരു പെണ്ണ് ഇത് കണക്ക് കയറിയിരുന്നു. ഞാൻ അവളെ മാറ്റാൻ വേണ്ടിട്ട് ഇസഡും ഇയോ അടിച്ചിട്ട് പോയുള്ള. ഞാൻ T/ലീവിങ് അടിച്ച സമയത്ത് എന്റെ കൈ എന്തോ കൊണ്ട് ഞാൻ അപ്പഴേ പറഞ്ഞു, ബ്രോ ഞാൻ അറിയാതെ തട്ടിയതാണ്, സോറിന്ന് അങ്ങോട്ട് പോയി പറഞ്ഞു. എന്നിട്ട് അവൻ ഇങ്ങോട്ട് ഇടിച്ചത്, മനസ്സിലായ? എന്നിട്ട് അവൻ എന്നെ അതിനുശേഷം അവൻ ഇങ്ങോട്ട് ഇടിച്ചിട്ട് അവ അതും പറഞ്ഞ് ചൊറിയാൻ വേണ്ടി വന്നോണ്ടിരിക്കുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? സിറ്റുവേഷൻ എടാ, ഞാൻ ഒരു പെണ്ണല്ല, എനിക്ക് ആരെന്നൊന്നും പറഞ്ഞൂടെ. ഒരു പെണ്ണ് എന്റെ തോളിൽ കയറിയിരുന്ന്. ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങിയില്ല. ഞാനാണെങ്കിൽ T/ ഞാൻ ഇയോ അടിച്ച് ഇസഡും അടിച്ച് എക്സും അടിച്ച് പോണില്ല. ഞാൻ എന്നിട്ട് T/ലീവിങ് അടിച്ച് ആ സമയത്ത് ഇവന്മാർ അവിടെ നിൽക്കായിരുന്നു. ഇവന്മാരുടെ ദേഹത്ത് എന്റെ കൈ കൊണ്ട്. എന്നിട്ട് ഞാൻ അപ്പഴേ തന്നെ പറഞ്ഞു, ബ്രോ സോറി അറിയാണ്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്നെ ഒരു ഇടി ഇടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രോ ഞാൻ അറിയാണ്ടെന്ന് പറഞ്ഞതല്ലേ ബ്രോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, വിട് കിട്ടിയല്ല, നീ ഇനിപ്പോ ഇങ്ങനത്തെ സംസാരോടാ നിനക്ക് കിട്ടിയല്ലോ, നീ ഇനി പൊയ്ക്കോ, ഇനി നീ സംസാരിക്കണ്ട, നീ പൊയ്ക്കോ. എന്നിട്ട് അവന്റെ അടുത്ത് കാര്യം സംസാരിക്കാൻ വേണ്ടി വാ തുറക്കുമ്പോ അവൻ തിരിച്ചു പറയണത് എന്തെന്നറിയാമോ? നീ വാ തുറക്കണ്ട, നീ വായിൽ വല്ല കുത്തിക്കയറ്റി വെച്ചിട്ടിരി. ഇങ്ങനത്തെ സംസാരമാണ് അവൻ ഇങ്ങോട്ട് സംസാരിക്കണത്. അങ്ങോട്ട് ഒന്നും സംസാരിക്കാൻ അവൻ സമ്മതിക്കണില്ല. ഇതെന്താ ഇത്? സിറ്റുവേഷൻ എടുക്കേണ്ടെന്ന് ഇവർ പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ എല്ലാരും സിറ്റുവേഷൻ എടുക്കേണ്ട കൂൾ ഡൗൺ ആണെന്ന് പറഞ്ഞു. ഇത് ഒന്നും അങ്ങോട്ട് മിണ്ടല്ല.
ഒരു കാര്യത്തിന് ഇന്നത്തെ ദിവസം ഒന്നും ആരടുത്തും ഒന്നിനും പോയിട്ടില്ല. ഇത് ഏതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു പെണ്ണ് വന്ന് തോളി കയറിയിരുന്നു. ആ T/ ലീവിങ് അടിച്ച സമയത്താണ് എങ്ങനെയോ കൈ കൊള്ളണത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ബ്രോ അറിയാണ്ടാണ്, സോറി. ഇത് പറഞ്ഞതിന് ശേഷം ഇല്ല അടുത്ത് രാജുഭായ് അടുത്ത് നിന്നിട്ടാ പറഞ്ഞത്, തൊട്ടടുത്ത് നിന്നിട്ടാ പറഞ്ഞത്. അത് കേട്ടിട്ട് അവനെ ഇടിച്ചത്. അവൻ അടിച്ചു കഴിഞ്ഞോണ്ട് അവൻ പറയണത് എന്തിനാന്നറിയാമോ? ഇനി വിട്ടോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേട്ടെന്നുള്ള രീതിയിൽ ഇനി വിട്ടോ. പിന്നെ ഞാൻ അവന്റെ അടുത്ത് എന്താ പറയണ്ടേ? നമ്മളെ ഭാഗത്തുനിന്നല്ലേ ആദ്യത്തെ അറിയാതെ ഒരു അടി പോയില്ലേ? അതെ, ഞാൻ അതിന് ഇവന്റെ അടുത്ത് സോറി പറഞ്ഞു. ഓടണ്ട തൊട്ടടുത്തേക്കുന്ന പോലീസ് ഉണ്ട്. ഞാനാ എന്താ സംഭവം? ആരാ പ്രശ്നം? അത് റാംബോ എന്ന് അറിയാതെ എന്തോ ലീവ് എന്തോ ടൈപ്പ് ചെയ്യുമ്പോ ഇടിച്ച്. അത് KVL ഏതോരത്തിന്റെ മെത്തൊക്കെ അവര് വെറുതെ ഓണാക്കി സംസാരിക്കാൻ നോക്ക്. സംസാരിക്കാം. വെറുതെ അനാവശ്യ ഇഷ്യൂസ് ഓൾറെഡി കൂൾ ഡൗൺ ആണ്. സംസാരിച്ചൊന്ന് അടിയിലാക്കാൻ നോക്കുന്നുണ്ട്. ശരി, ഓക്കെ പപ്പ. രാജുവായി ഒന്ന് സംസാരിച്ചതിന് ശേഷം അവന്റെ അടുത്ത് കൊണയടിച്ചില്ലേ? അവന്മാർക്ക് 100% അറിയാം. നമ്മൾ മാത്രമേ ഇങ്ങനെ ചിന്തിക്കണുള്ളൂ. എന്തോന്ന് പുറത്ത് നല്ല ബന്ധമാണ്, അകത്ത് നല്ല ബന്ധമാണ്, അവന്മാര് TV ആണ് അല്ലെങ്കിൽ അവന്മാര് KV ആണെന്നുള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ. അവന്മാർക്ക് ആ ഒരു ഇതില്ല. അവന്മാരുടെ അടുത്ത് അവന്മാരുടെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവന്മാർ ഇതാണെങ്കിൽ സംസാരിക്കൂല. മനസ്സിലായ? നമ്മൾ മാത്രം ഇങ്ങനെ എന്നും നിൽക്കണത്, എന്നും നമ്മൾ മാത്രം ഇങ്ങനെ കുരിഞ്ഞു കൊടുത്തോണ്ടിരിക്കണം. അവന്മാർ എന്നും കയറിക്കൊണ്ടിരിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് മാത്രമേ ഈ ബന്ധങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമേ അറിയാവൂ. അല്ല ഉമ്മാർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. അറിയാന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ ഉമ്മാർ ഇത് ചെയ്യൂലായിരുന്നു. ഉമ്മാർ സംസാരിക്കുകയും ചെയ്യൂലായിരുന്നു. അല്ല അതടാ ഒന്നാമെന്ന് വെച്ചാ ഇപ്പം അല്ല ഞാൻ ഉണ്ടായിരുന്നടാ. അതായത് വന്നതിന്റെ ശേഷം പറഞ്ഞ വായൽ എന്തേലും തിരികെ വെച്ചിരുന്നു എന്നാണ് പറഞ്ഞു. അത് നമ്മള് വന്ന് സംസാരിച്ചതിന്റെ ശേഷം നമ്മൾ ആരും ഒരു സിറ്റുവേഷനിൽ അവരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വൾഗാരിറ്റിയിലേക്ക് പോവാറില്ല. നമ്മൾ ആരും തന്നെ പോവാറില്ല. അല്ല രാജുഭായ് വന്നിട്ട് പറഞ്ഞ് ഇത് സോൾവ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ റാംബോ പറഞ്ഞു ഓക്കെ വിടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇതാക്കി പറഞ്ഞല്ല അറിയാതെ പറ്റിയതാണ് പറഞ്ഞപ്പോ നീ ഇപ്പൊ കഴിഞ്ഞെങ്കിൽ വായാലും എന്തെങ്കിലും തിരികെ വെച്ചിരിക്കുന്ന അവന്മാര് പറഞ്ഞു. അത് വന്ന് സംസാരിച്ചതിന്റെ ഒന്നാമത് ഇന്നലെ ചെറിയൊരു 1-2 പുറത്ത് ഓസിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ നടന്നല്ലോ ഇന്നലെ മില്ലാനൊക്കെ. അപ്പം ഓൾറെഡി മാലിക് ഇങ്ങോട്ട് വന്നതിന്റെ പേരില് അതിന്റെ ഉള്ളിലുള്ള മെമ്പേഴ്സ് എല്ലാം പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. മേക്കൻ അറിയാലോ, ഞാൻ പറയാതെ തന്നെ അന്നയുടെ ഒക്കെ എല്ലാവർക്കും ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ സംഭവത്തിൽ മെമ്പേഴ്സ് ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ദേഷ്യം ചിലപ്പോ ഒലാത്തുണ്ടാവും. പക്ഷെ ഇവരൊക്കെ നോക്കണ ആൾക്കാര് നമ്മുടെ അടുത്ത് ഇന്ന് VC വന്നാണ്ട് പുറത്ത് കാസ്ട്രോ ആണെങ്കിലും ഓക്കെ ആണെങ്കിലും എല്ലാരും കാസ്ട്രോ അടക്കം നോമ്പ് തുറക്കണ നേരത്തെ വന്നാണ്ട് ഇരുന്ന് സംസാരിച്ച് നമ്മള് ഓൽക്കും നമ്മളോടൊന്നും ഒരു ഹേറ്റ് ഇല്ല, ഞമ്മക്കും ഓലോടൊരു ഹേറ്റ് ഇല്ല എന്ന് പറഞ്ഞതാക്കിയതാ. മെമ്പേഴ്സിന്റെ ചെറിയൊരു വിഷമം സങ്കടം രീതിയിലൊരു സാധനം ഉണ്ട്. മനസ്സിലായോ? അതാണ് മനസ്സിലായില്ല. അത് നമ്മള് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മളെ സൈഡിലും സത്യം പറഞ്ഞ ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ സൈഡിലും മിസ്റ്റേക്ക് ഉണ്ട്. അഥവാ കാസ്ട്രോ പറഞ്ഞത് ഫുൾ എന്താന്ന് കേൾക്കാതെ, അതേമാതിരി മാലിക് പറഞ്ഞത് എന്താ ഫുള്ളെന്ന് കേൾക്കാതെ നമ്മളും കുറച്ച് സംഭവങ്ങള് നമ്മളും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുണ്ട്. ആ സംഭവം നമ്മള് ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ പാപ്പൻ അറിയണല്ലേ, നമ്മളെ ഗ്യാങ്ങൊക്കെ എടുക്കണ ഓരോ മെമ്പേഴ്സിനോടും എടുക്കുമ്പോ ആദ്യം മുതലേ നമ്മൾ പറയുന്നത് KV ആയിട്ടും DV ആയിട്ടും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അങ്ങനത്തെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ പഴയതൊന്നും ക്രെഡിറ്റ് മനസ്സിൽ വെച്ചാണ്ട് ഇവിടെ കളിക്കല് നടക്കൂല. ഇവിടെ പുതിയ ഫാമിലി ആയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ നമ്മളത് കീപ്പ് ചെയ്താണ്ട് പോണതാണെന്നുള്ളൊരു സംഭവം ഉണ്ട്. അത് നമ്മളോട് തൊപ്പി നമ്മളോട് അങ്ങനെ പറഞ്ഞത് ആദ്യം നമുക്ക് പറഞ്ഞൊരു സംഭവം അതാണ്. മനസ്സിലായോ? അപ്പം അതിപ്പം ഇവര് ഈ മെമ്പേഴ്സ് തമ്മിൽ ഇങ്ങനെ എന്തെങ്കിലും തമ്മിലുണ്ടെന്നുണ്ട് കരുതിയിട്ട് ഇത് സോൾവ് ചെയ്യാനല്ലേ നമ്മൾ ഇത്ര ആൾക്കാർ ഇവിടെ. അത് ഇപ്പം ഈ പറയുന്ന ഹോക്കി ആണെന്നുണ്ടെങ്കിലും ഡ്രാഗൺ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഓര് വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഇതൊക്കെ ഇവനോട് പറഞ്ഞാൽ ഓനും മൈക്കിൽ കാണുന്നുണ്ടെങ്കിലും കാര്യം മനസ്സിലാവും. ഒരു സോറി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. അത് വെറുതെ ഇങ്ങനെ മനസ്സിലായോ? നമ്മുടെ ഇടയിൽ വെറുതെ ഒരു പ്രശ്നമാണ്. അത് പറഞ്ഞ് സോൾവ് ചെയ്താൽ മതി. അത് അവന് വെച്ചാൽ രണ്ടാമത് പറഞ്ഞപ്പോ അവനക്ക് കൂടുതൽ കേട്ടതാണ് അങ്ങനെ പറഞ്ഞു. അത് നമുക്ക് പുറത്ത് സംസാരിച്ച് ഒന്ന് അല്ല അത് മൈക്കിനോട് പറയാൻ നമുക്ക് ഹോക്കിനോടും ഡ്രാഗനോടും പറയാൻ. അല്ലാതെ ഓല് അങ്ങനെ
ഒരു ഇതിന്റെ പുറത്ത് പറഞ്ഞതാവില്ല, പറയണമെന്ന് മനഃപൂർവ്വം കരുതിയിട്ട് അങ്ങനെ വെറുപ്പിച്ച് പറഞ്ഞതാവൂല അത്. ഇല്ല എനിക്കിപ്പോ ഒരു സിറ്റുവേഷൻ എടുക്കണമെന്നോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്നെ അടിച്ചിട്ടാലും കുഴപ്പമില്ല, ഞാൻ അവിടെ ഗണ്ണെടുത്ത് ഒരുത്തനെങ്കിലും ഞാൻ അടിച്ചിട്ടാനെ. അല്ലാതെ ഒരുത്തനെ പോലും നമ്മൾ ഇത്ര എണ്ണം നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അതിനൊന്നും അല്ല ശ്രമിച്ചത്. ഞാൻ അവന്മാരുടെ അടുത്ത് അത്രയും ഞാൻ താഴ്ന്ന സംസാരിച്ച, എന്നിട്ടും അവന്മാര് രണ്ടാമത് സംസാരിക്കാൻ വിളിച്ചപ്പോഴും അവന്മാർ ഈ കൊണയടിച്ചുണ്ടല്ലോ, അത് ഭയങ്കര മോശമാണ്. എനിക്കിപ്പോ ഈ അനുഭവം വന്ന് എനിക്ക് കുഴപ്പമില്ല, വാട്ട് എവർ, ഞാൻ ഇത് വിട്ട് എനിക്ക് സീനില്ല. പക്ഷെ എന്നും ഇവന്മാർ ഇങ്ങോട്ട് വരുമ്പോ കെ വി ആണെന്നും പറഞ്ഞ് നമ്മൾ ഈ ബാക്കിലോട്ട് പോകാൻ തുടങ്ങിയാലേ എന്നും ഇതേ സിറ്റുവേഷനെ വരുള്ളൂ. അത്രയും ഞാൻ പറഞ്ഞോളൂ. അവന്മാർക്ക് കാണിക്കും, അവന്മാർക്ക് ഒരു വില കൊടുക്കും, തിരിച്ച് അവന്മാർ ഈ വില എന്തായാലും നമുക്ക് തരൂല. അത് ഇന്നത്തോടു കൂടി മനസ്സിലാവും. അവന്മാർ എന്തായാലും ഈ വില നമുക്ക് തരയില്ല. അവന്മാർ നമ്മളെ അടുത്ത് സോറി പറയില്ല, ഒന്നും അവന്മാർ ചെയ്യൂല. അങ്ങനൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിലേ അതേ മെമ്പേഴ്സ് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ ഗ്യാങ്ങിൽ ഇത്രയും പേരുണ്ട്. നമ്മളെ ഈ 35 പേരുള്ള ഗ്യാങ്ങിൽ നിന്ന് ഒരുത്തനും ലീഡേഴ്സിന്റെ വാക്ക് കേൾക്കാതെ എവിടെ ഇതാണെങ്കിൽ KVN TV ആയിട്ട് സിറ്റുവേഷൻ എടുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവന്മാർക്ക് അറിയാം MRC ആണെന്ന് ഇവന്മാർക്ക് 100% അറിയാം. ഈ പറഞ്ഞ ഈ KVN-ലുള്ളവന്മാർക്ക് എത്ര പേർക്ക് നമ്മളറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ട് രാജുഭായി വന്ന് MRC ആണ്, എന്റെ ഫാമിലിയിലെ പിള്ളേരാണെന്ന് പറഞ്ഞതിന് ശേഷവും അവൻ എന്ത് ചെയ്ത്, അവൻ എന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ്, നിന്റെ നീ വാ തുറക്കണ്ട. ഞാൻ ചോദിച്ചു എന്തോ ബ്രോ എനിക്ക് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോ അവന്റെ അടുത്ത് പറഞ്ഞെന്തെന്ന് അറിയാമോ, നീ വാ തുറക്കണ്ട, നിന്റെ വായിൽ പഴം കുത്തിക്കയറ്റി വെച്ച് അവിടെ മര്യാദക്ക് ഇരിക്കുക. പറയണ്ട. എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. രാജുഭായി എന്റെ അടുത്ത് പറഞ്ഞ്, റാംബോ ഞാൻ സംസാരിക്കല്ലേ, നീ മിണ്ടല് എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടിയില്ലല്ലോ, ഞാൻ റെസ്പെക്ട് ചെയ്ത്. പുള്ളി അത്രയും കാര്യപക്വതയുള്ള ഒരാളാണ്. ഞാൻ ആ വാക്ക് റെസ്പെക്ട് ചെയ്ത് ഞാൻ അവിടെ ഒന്നും മിണ്ടാതിരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയണോണ്ടാ, എനിക്ക് അങ്ങനെ പച്ചക്ക് പറഞ്ഞ ഈ മൊണ്ണാളെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്താണ് അവന്മാർക്ക് വലിയതായിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കാനൊന്നും ഉണ്ടോ? പക്ഷെ അത്രയും താഴ്ന്നുപോയി അത്രയും താഴ്ന്നുപോയി ഇവന്മാരെ ഫ്രണ്ടില്. അതേ ഉള്ളൂ. അത്ര ഇവന്മാരെ ഫ്രണ്ടിലൊക്കെ ഇത്രയും അവന്മാരൊരു 7-8 എണ്ണം അവിടെ നിന്നിട്ട് നമ്മൾ ഇത്രയും പേരുണ്ടായിട്ട് അവന്മാരെ ഫ്രണ്ടിൽ അത്രയും താഴ്ന്ന ഒരു അവസ്ഥ വന്നു. അത്രേ ഉള്ളൂ. അല്ല അത് നമുക്ക് ഡ്രാഗനോട് ഹോക്കിനോടൊക്കെ സംസാരിക്കാം. അല്ല ഇവന്മാരത്ത് സംസാരിക്കൊന്നും വേണ്ട. ഇതാ മൈക്കിനായിട്ടല്ല നിനക്ക് പ്രശ്നം, മൈക്കിനോട് നമുക്ക് സംസാരിക്കണ്ട. നമുക്ക് വേറെ ആൾക്കാരുണ്ടല്ലോ, ഓരോ ലീഡേഴ്സ് ഒക്കെ അല്ലേ, അവരോട് സംസാരിക്കാം, കുഴപ്പമില്ല. നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. സംസാരിച്ചിട്ട് അത് സോർട്ട് ചെയ്യാൻ നല്ലത്. ചുമ്മാ നീ കൂളായ അപ്പോ വിട് കുഴപ്പമില്ല. സാറിന് വന്നേ സാറേ വാ. നീ എവിടെ പോന്നെ? TDM പോകാൻ പറഞ്ഞു. അവന് കൊണ്ടുപോ, 2 വെടി ഒപ്പിച്ചിട്ടോ. ചെല്ലി അപ്പൊ പറഞ്ഞ ഞാൻ ഇറങ്ങാം. പോവല്ലേ നീ? നാളെ കാണാം. നാളെ വരെ ഞാൻ അല്ലെങ്കിൽ ഇറങ്ങാം. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഇറങ്ങാം. നാളെ കാണാം.